ഹലോ, എങ്ങനെയുണ്ടായി? ബെറ്റിയിലെ ക്യാരക്ടറും ഇതിന് സെക്കൻഡ് ടൈം ഞാൻ തന്നെ കാണാൻ വേണ്ടിയിട്ട് ശരിക്കും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം എനിക്ക് ഒട്ടും ബോറിംഗ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഓരോ പ്രാവശ്യം ഓരോ സീൻസ് വരുമ്പോഴും നമ്മൾ അറിയാണ്ട് ചിരിച്ചു ശരിക്കും ഒരു സ്മൈൽ കിട്ടും. ക്യാമറ വെച്ചിട്ട് കംപ്ലീറ്റ് എന്തൊക്കെ നടക്കുന്നു അത് പിന്നെ എടുത്തു പറയുന്നത് എല്ലാവരും ലേഡി ക്യാരക്ടേഴ്സ് പറയുന്നുണ്ട് ഓൾഡായിട്ട് സെറ്റ് ചെയ്തു. പക്ഷെ ലേഡീസ് ഒട്ടും ബോൾഡായിട്ടല്ല ഇത് ചെയ്തിരിക്കുന്നത്. ആണുങ്ങൾ എല്ലാ ക്യാരക്ടേഴ്സും ഭയങ്കര ബോൾഡായിട്ട് എടുത്തിരിക്കുന്ന ഒരു മൂവാണ്. അവരുടെ അഭിനയത്തോട് കൂടിയിട്ടാണ് നമുക്ക് ആ മൂമെന്റ്സും അതിനെല്ലാം നടക്കുന്നതിനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഒട്ടും എറോട്ടിക് അല്ല, ഒട്ടും തെറിയണോ അങ്ങനെയൊന്നും സംസാരിക്കുന്നത് സാധാരണ ഒരു 18+ മൂവി എന്നുള്ള രീതിയിൽ ആരും പറയണ്ട. പക്ഷെ ഇത് ഫ്രണ്ട്സ് ആയിട്ടൊക്കെ അടിച്ചു പൊളിച്ച് ഒരു ലിറ്ററലി എൻജോയ് ചെയ്ത് പോകാൻ പറ്റും. അടിപൊളിയാണ്. എനിക്ക് കാണാനുള്ള അവസരങ്ങളാണ് എല്ലാവരും വന്ന് പിന്നെ എല്ലാവരും ഇത് കണ്ടിരിക്കണം. കാരണം എന്താ ചോദിക്കാൻ പാത്രമൊക്കെ എല്ലാവരുടെയും പക്ഷിക്കുള്ള മുഖം കൂടികളൊക്കെ ക്ലിയർ ആയിട്ട് നിൽക്കുന്നുണ്ട്. നമുക്കറിയാം കാണുന്ന ആൾക്കാരൊക്കെ കുറേ നല്ലതായിട്ടുള്ളവരൊക്കെ ഉള്ളിലുള്ള ക്യാരക്ടേഴ്സാണ്. ഉള്ളില് ഭയങ്കര നല്ലതായിട്ടുള്ള ആൾക്കാർ പുറമേ ഉള്ളത് ഒക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണുന്നത് ഭയങ്കര ആ പറഞ്ഞ പോലെ സോഷ്യലി എവിടെയുണ്ടായിട്ടുള്ള മൂവിയാണ്. പിന്നെ ക്യാരക്ടേഴ്സ് എല്ലാവരും വളരെ നാച്ചുറലായിട്ട് അവർ എൻജോയ് ചെയ്യുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. എല്ലാവരുടെ കണ്ണുകളിലൂടെയൊക്കെ അവർ എല്ലാം ഉള്ളിൽ ചിന്തിച്ചിട്ടാണ് ചെയ്യുന്നത്. അത്ര നാച്ചുറലായിട്ടുള്ള ആക്ടിംഗ് ആണ്. ഓൾ ദി ബെസ്റ്റ്.